അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മഹാനായ മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹു ആദ്യകാലത്ത് ഇന്നത്തെ പോലെ വലിയൊരു ആലിമോ സന്യാസിയോ ആയിരുന്നില്ല. യുവത്വത്തിന്റെ പകിട്ടിലും ജീവിതത്തിന്റെ ഓളങ്ങളിലും പെട്ട് അദ്ദേഹവും ഒട്ടേറെ തെറ്റുകൾ ചെയ്തിരുന്നു. എന്നാൽ അള്ളാഹു അവന്റെ അടിമകളോട് കരുണയുള്ളവനാണ് എന്നതിന്റെ ഉത്തമ നിദർശനമായി അള്ളാഹുവിന്റെ റഹ്മത്ത് അദ്ദേഹത്തെ തിരികെ തന്റെ വാതിലിലേക്ക് കൊണ്ടുവന്നു. പിന്നീട് അദ്ദേഹം ലോകത്തിന്റെ സുഖങ്ങളെല്ലാം ഉപേക്ഷിച്ച് ഇബാദത്ത് നിറഞ്ഞ ഒരു ജീവിതം നയിച്ചു. ഖുർആനിലും നീണ്ട ഖിയാമുൽ ലൈലിലുമായി അദ്ദേഹം ലയിച്ചു ചേർന്നു. അങ്ങനെയിരിക്കെ ഒരു രാത്രി വഴിതെറ്റി വന്ന ഒരു മോഷ്ടാവ് മാലിക് റളിയല്ലാഹുവിന്റെ വീട് കണ്ടു. എന്നിട്ട് വീട് ലക്ഷ്യമാക്കി നടന്നു. അതിനുശേഷം ചുവരിൽ ഒരു ദ്വാരമുണ്ടാക്കി അതീവ ശ്രദ്ധയോടെ അയാൾ വീട്ടിനകത്തേക്ക് പ്രവേശിച്ചു. വലിയൊരു മുതലോ സ്വർണമോ വിലപിടിപ്പുള്ള ആഭരണങ്ങളോ മോഷ്ടിച്ച് ഒരു ദിവസം കൊണ്ട് തന്റെ ദാരിദ്ര്യം മാറ്റാമെന്നുള്ള മോഹമായിരുന്നു കള്ളന്റെ മനസ്സിൽ. എന്നാൽ വീട്ടിനകത്ത് അവൻ കണ്ട കാഴ്ച അവനെ നിരാശനാക്കി. അവിടെ ലോകത്തിന്റെ സമ്പത്തിന്റെ ഒരു കണിക പോലും ഉണ്ടായിരുന്നില്ല. പകരം അവൻ കണ്ടത് ലോകമുപേക്ഷിച്ച തന്റെ തഹജ്ജുദ് നമസ്കാരത്തിൽ മുഴുകി നിൽക്കുന്ന ഒരു വലിയനെയായിരുന്നു. നമസ്കാരം പൂർത്തിയാക്കിയ ശേഷം നമ്മെപ്പോലെ ഭയപ്പെടുകയോ മോഷ്ടാവിനെ ശകാരിക്കുകയോ ചെയ്യാതെ അള്ളാഹുവിന്റെ കരുണയുടെയും ക്ഷമയുടെയും രൂപത്തിൽ അദ്ദേഹം ആ മോഷ്ടാവിനെ നോക്കി. എന്നിട്ട് ആ വലിയ കള്ളനെ അഭിസംബോധന ചെയ്തു പറഞ്ഞു: അസ്സലാമു അലൈക്കും സഹോദര, അള്ളാഹു നിങ്ങളെ പൊറത്തു തരട്ടെ. നിങ്ങൾ എൻ്റെ വീട്ടിൽ വന്നിട്ട് ഒന്നും കിട്ടാതെ പോകുന്നത് എനിക്കിഷ്ടമല്ല. ആ വാക്കുകൾ കേട്ട് മോഷ്ടാവ് ഒരു നിമിഷം സ്തംഭിച്ചുപോയി. സാധാരണഗതിയിൽ തല്ലും ശകാരവും കേൾക്കേണ്ടിടത്ത് സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും വാക്കുകൾ. അതായിരുന്നു മാലിക് റളിയല്ലാഹു അൻഹു. എന്നിട്ട് മാലിക് റളിയല്ലാഹു അവന് ഒരു ജഗ്ഗ് വെള്ളം നൽകിയിട്ട് പറഞ്ഞു: ഇതുകൊണ്ട് നിങ്ങൾ വുളൂ എടുത്ത് 2 റക്അത്ത് നമസ്കരിക്കുക. നിങ്ങൾക്ക് ഇവിടെ നിന്ന് പോകുമ്പോൾ ലോകസമ്പത്തൊന്നും കിട്ടിയില്ലെങ്കിലും അള്ളാഹുവിന്റെ അടുക്കലുള്ള ഏറ്റവും വലിയ നിധി കരസ്ഥമാക്കി പോകാൻ സാധിക്കും. ആ കാരുണ്യം ആ മോഷ്ടാവിന്റെ ഹൃദയത്തെ പിടിച്ചുലച്ചു. മാലിക് റളിയല്ലാഹുവിന്റെ മുഖത്തെ ശാന്തതയും വാക്കുകളിലെ ആത്മാർത്ഥതയും അവന്റെ മനസ്സിൽ ഒരു വൈദ്യുത പ്രവാഹം പോലെ സഞ്ചരിച്ചു. അവന്റെ കണ്ണുകൾ നിറഞ്ഞു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു: അതെ, ഞാനത് ചെയ്യും. അവൻ വേഗത്തിൽ വുളൂ എടുത്തു. എന്നിട്ട് ജീവിതത്തിൽ ആദ്യമായിരിക്കാം ആത്മാർത്ഥതയോടെ 2 റക്അത്ത് നമസ്കരിച്ചു. ആ നമസ്കാരത്തിൽ അവൻ ഒരു പുതിയ മാധുര്യം അറിഞ്ഞു. അത് ഈമാനിന്റെ മധുരമായിരുന്നു. നമസ്കാരശേഷം അവന്റെ ഹൃദയം നിറഞ്ഞൊഴുകി. അവൻ മാലിക് റളിയല്ലാഹുവിനോട് പറഞ്ഞു: മാലിക്, ഞാൻ കുറച്ച് സമയം കൂടി നമസ്കരിക്കട്ടെ? മാലിക് റളിയല്ലാഹു പറഞ്ഞു: അള്ളാഹു നിനക്ക് ഹിദായത്ത് നൽകിയാൽ നിനക്ക് വേണ്ടത്ര നമസ്കരിക്കാം. ആ രാത്രി മുഴുവൻ അവന്റെ കണ്ണുനീർ നിലക്കാത്ത തൗബയുടെയും നമസ്കാരത്തിന്റെയും സാക്ഷിയായി ആ വീട് നിന്നു. പുലർന്നപ്പോൾ യാത്ര പോകാൻ പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു: ഇന്ന് ഞാൻ നോമ്പിനും നിയ്യത്ത് ചെയ്തിരിക്കുന്നു. ഇന്നുകൂടി ഇവിടെ തങ്ങട്ടെ. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. മോഷ്ടാവ് രാത്രി മുഴുവൻ നമസ്കരിക്കുകയും പകലിൽ നോമ്പെടുക്കുകയും ചെയ്തു. അവസാനം അവൻ ഹൃദയം നിറഞ്ഞ തൗബ പ്രഖ്യാപിച്ചു: മാലിക്, ഞാൻ എൻ്റെ എല്ലാ പഴയ പാപങ്ങളിൽ നിന്നും പശ്ചാത്തപിച്ചു. ഇനി എൻ്റെ ജീവിതം അള്ളാഹുവിലേക്ക് തിരിയുകയാണ്. മാലിക് റളിയല്ലാഹു പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു: തൗബയുടെ വാതിൽ അള്ളാഹുവിന്റെ കരുണയുടെ കീഴിലാണ്. അത് നിങ്ങൾക്കും തുറന്നിരിക്കുന്നു. ആ മോഷ്ടാവ് പൂർണ്ണമായും ഒരു പുതിയ മനുഷ്യനായി മാറി. അയാൾ ഒരു സൂഹദും ഇബാദത്തും നിറഞ്ഞ ജീവിതം ആരംഭിച്ചു. കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ അവന്റെ പഴയൊരു മോഷ്ടാവ് സുഹൃത്ത് അവനെ കണ്ടുമുട്ടി ചോദിച്ചു: ഹേ, നിനക്ക് നിധി കിട്ടിയോ? അവൻ സന്തോഷത്തോടെ ചിരിച്ചു പറഞ്ഞു: അതെ, എനിക്ക് ഏറ്റവും വലിയ നിധി കിട്ടി. ഞാൻ മാലിക് ബിൻ ദീനാറിനെ കാണാൻ പോയത് സ്വത്ത് മോഷ്ടിക്കാനാണ്. പക്ഷേ അദ്ദേഹം എൻ്റെ ഹൃദയം കവർന്നു. ഇന്ന് ഞാൻ അള്ളാഹുവിലേക്ക് തിരിച്ചുപോയിരിക്കുന്നു. എൻ്റെ നിധി ഇനി അള്ളാഹുവിലുള്ള ഈമാനാണ്. പ്രിയ സഹോദരങ്ങളെ, ഈ സംഭവത്തിൽ നമുക്കുള്ള പാഠങ്ങൾ ചെറുതല്ല. ഒരാൾ എത്ര വലിയ പാപിയായിരുന്നാലും അവനെ മാറ്റാനുള്ള വഴി കർശനമായ ശിക്ഷയോ വിദ്വേഷമോ അല്ല, മറിച്ച് സ്നേഹവും ക്ഷമയും കരുണയുമാണ്. അല്ലാഹു തആല ഖുർആനിൽ പറയുന്നു: ഏറ്റവും നല്ലതുകൊണ്ട് നിങ്ങൾ തിന്മയെ തടയുക. മാലിക് റളിയല്ലാഹു ചെയ്തത് അതാണ്. അദ്ദേഹം വിത്ത് വിതച്ചു, ഹിദായത്ത് അള്ളാഹു നൽകി. നമ്മുടെ സംസാര ശൈലി, ക്ഷമ, സഹനശക്തി എന്നിവയാണ് ദഅവത്തിന്റെ ഏറ്റവും ശക്തമായ ആയുധം. മാലിക് റളിയല്ലാഹുവിന്റെ പെരുമാറ്റം മോഷ്ടാവിന്റെ ഹൃദയത്തെയാണ് മാറ്റിമറിച്ചത്. നമുക്കറിയാം, അള്ളാഹുവിൽ നിന്നുള്ള കാരുണ്യം കൊണ്ടാണ് താങ്കൾ അവരോട് സൗമ്യനായത്. താങ്കൾ പരുഷ സ്വഭാവിയും കഠിന ഹൃദയനുമായിരുന്നുവെങ്കിൽ അവർ താങ്കളുടെ ചുറ്റിൽ നിന്ന് പിരിഞ്ഞു പോകുമായിരുന്നു. ഈ പാഠം നമുക്കും ബാധകമാണ്. ഒരാൾ എത്ര വലിയ പാപിയാണെങ്കിലും അവൻ ഇന്ന് അള്ളാഹുവിലേക്ക് തിരിഞ്ഞാൽ അള്ളാഹു അവനെ ക്ഷമിക്കും. സ്വന്തം ആത്മാക്കളോട് അതിക്രമം കാണിച്ചുപോയ എൻ്റെ അടിമകളെ, അള്ളാഹുവിൻ്റെ കാരുണ്യത്തെക്കുറിച്ച് നിങ്ങൾ നിരാശപ്പെടരുത്. തീർച്ചയായും അള്ളാഹു എല്ലാ പാപങ്ങളും പൊറുക്കുന്നവനാണ്.
ഈ ആയത്ത് നൽകുന്ന പ്രത്യാശ എത്ര വലുതാണ്! ഒരിക്കൽ ഈമാന്റെ മാധുര്യം ഹൃദയത്തിൽ പ്രവേശിച്ചാൽ സ്വർണത്തിനോ പണത്തിനോ സ്ഥാനമാനങ്ങൾക്കോ അതിനെ മറികടക്കാൻ കഴിയില്ല. മോഷ്ടാവ് കണ്ട ഏറ്റവും വലിയ നിധി ആ 2 റക്അത്ത് നമസ്കാരത്തിന്റെ ആത്മാവായിരുന്നു. പ്രിയ സഹോദരങ്ങളെ, മാലിക് ബിൻ ദീനാറിന്റെ വീട്ടിൽ നടന്ന ഈ ചെറിയ സംഭവം ഒരു മനുഷ്യന്റെ മുഴുവൻ ജീവിതമാണ് മാറ്റിമറിച്ചത്. അതുപോലെ നമ്മുടെ ജീവിതത്തിലും ഒരാളോടുള്ള ചെറിയൊരു കരുണയുടെ വാക്ക്, ക്ഷമയുടെ സമീപനം, സ്നേഹത്തിന്റെ പെരുമാറ്റം, അതെല്ലാം ഒരു വ്യക്തിയുടെ ഹിദായത്തിന് വഴി തുറക്കാം. നമുക്ക് നമ്മുടെ ചുറ്റുമുള്ളവരെ സ്നേഹം കൊണ്ടും ക്ഷമ കൊണ്ടും നല്ല പെരുമാറ്റം കൊണ്ടും അള്ളാഹുവിലേക്ക് അടുപ്പിക്കാൻ ശ്രമിക്കാം. അള്ളാഹു നമുക്കെല്ലാവർക്കും അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ.